ലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം അങ്ങേപ്പോലെൻ ദൈവമില്ലാരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം ആരാധന അങ്ങേയ്ക്കാരാധന എന്നേശുവേ അങ്ങേയ്ക്കാരാധന ആരാധന അങ്ങേയ്ക്കാരാധന
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം, ഇനിയുള്ളതായ ദിവസങ്ങൾ, ഇനിയുള്ളതായ മാസങ്ങൾ, ഈ വരാൻ പോകുന്ന വർഷം അനേകം താഴ്വരകൾ നീ താണ്ടിക്കടക്കേണ്ടി വരും. അനേകം മലകൾ നീ കടന്നു പോകേണ്ടി വരും. മലകൾ കയറുന്ന പ്രയാസപൂർണമായ ദിനങ്ങൾ നിനക്ക് വരും. നീയെ ക്ഷീണിച്ച് അവശനായി പോകുന്ന കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം നിനക്ക് വരും. രോഗത്തിൻ്റെ, പണത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ, കടത്തിൻ്റെ ബാധ്യതയുടെ, പലതരത്തിലുള്ളതായ പ്രതിസന്ധികളുടെ അനേകം മലകൾ നീ കടക്കേണ്ടി വരും. താഴ്വരകളും ക്ഷയം, താഴ്ച, അധപ്പതനം, നഷ്ടം, കഷ്ടം, താഴ്വരകളും നീ കടക്കേണ്ടി വരും. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളുള്ളതായി ആകാശത്ത് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും ഇതിന്മേലിരിക്കുന്നു. സിദ്ദീം താഴ്വര നാം ചിന്തിച്ചു. രണ്ടാമത്തെ താഴ്വര സോരക് താഴ്വര. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം സോരക് താഴ്വരയെ കാണുന്നു. അതിൻ്റെ ശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന് പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ദലീല എന്ന് പേരുള്ള ഒരു സ്ത്രീയെ ശിംശോൻ സ്നേഹിച്ചു. ദലീല എന്ന് പേരുള്ള ഒരു വേശ്യാസ്ത്രീയെ ദൈവത്തിൻ്റെ വ്രതസ്ഥൻ സ്നേഹിച്ചു. ദലീല എന്ന് പേരുള്ള ഒരു കുലടയായ സ്ത്രീയെ ദൈവത്തിൻ്റെ നാസീർ വ്രതസ്ഥൻ അഭിഷിക്തൻ സ്നേഹിച്ചു. ശിംശോൻ ദലീലായുടെ മടിയിൽ കിടന്നുറങ്ങി. ശിംശോൻ ആ വേശ്യാസ്ത്രീയുടെ വീട്ടിൽ അന്തി കഴിച്ചു, അന്തി ഉറങ്ങി. ശിംശോൻ ആ ദുഷ്ടസ്ത്രീയുടെ വലയിൽ പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വ്രതസ്ഥന് ഒരു വീക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വ്രതസ്ഥന് ഒരു ദൗർബല്യമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തന് ഒരു വലിയ ബലഹീനതയുണ്ടായിരുന്നു. എ വീക്ക് പോയിൻ്റ്. എന്താണ് വീക്ക് പോയിൻ്റ്? സെക്സ് ഒരു ബലഹീനതയായിരുന്നു. സിദ്ദീം താഴ്വരയിൽ സോദോം രാജാവും ഗൊമോറ രാജാവും കീൽക്കുഴികളിൽ വീണു. അത് സെൽഫിനെ കാണിക്കുന്നു. സെൽഫ്, സ്വയം, അഹങ്കാരം, ഇഗോ, ഞാൻ എന്ന ഭാവം. എന്നാൽ ശിംശോൻ വീണ കുഴി, ദലീലായുടെ മടി സെക്സിനെ കാണിക്കുന്നു. സെക്സ് അത് ജഡമോഹത്തെ കാണിക്കുന്നു, ലൈംഗിക ഉല്ലാസത്തെ കാണിക്കുന്നു, ലൈംഗിക മോഹത്തെ കാണിക്കുന്നു, വഴിവിട്ട ലൈംഗിക ആസക്തിയെ കാണിക്കുന്നു, വഴിതെറ്റിയ ലൈംഗിക മോഹങ്ങളെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ വ്രതസ്ഥൻ, ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീരനും ശൂരനും പരാക്രമിയുമായി ഉപയോഗിക്കപ്പെട്ടവൻ, അവൻ്റെ ദുർബല നിമിഷത്തിൽ അവൻ പാപത്തിന് അടിമപ്പെട്ടു. സോരക് താഴ്വര സെക്സിൻ്റെ താഴ്വരയാണ്. സോരക് താഴ്വര വിശ്വാസികൾക്കൊരു ചൂണ്ടുപലകയാണ്. സോരക് താഴ്വര സെക്സിൻ്റെ ഭീകരമായ കെടുതിയിൽ നിന്നും ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്ന വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളുടെ ഗുണപാഠം തരുന്ന ഭയാനകമായൊരു താഴ്വരയാണ്. ദൈവമക്കളെ, നാം ഈ സെക്സിൻ്റെ താഴ്വരയിൽ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ്. ഏതൊരു മനുഷ്യനും വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതാണ്. സോരക് താഴ്വര. ശിംശോൻ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങി. അറിഞ്ഞില്ല അപകടം പതിയിരിക്കുന്നുവെന്ന്. ഉൾമുറിയിൽ പതിയിരിപ്പുകാരുണ്ടായിരുന്നു. 16-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു. വീണ്ടും 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, പതിയിരിപ്പുകാർ ഉൾമുറിയിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പതിയിരിപ്പുകാർ ഉൾമുറിയിലുണ്ടായിരുന്നു. ഉൾമുറിയിൽ പതിയിരിപ്പുകാരുണ്ട്. സോരക് താഴ്വരയിലെ ദലീലായുടെ ഭവനത്തിൽ കൊള്ളരുതാത്ത മ്ലേച്ഛ ജീവിതത്തിൻ്റെ പിന്നിൽ ഉൾമുറിയിൽ പതിയിരിപ്പുകാരുണ്ട്. ദൈവവേദിലെ സൂക്ഷിക്കൂ. പതിയിരിപ്പുകാരുടെ കെണിയിൽ പെട്ടുപോകരുത്. ദലീലായുടെ വലയിൽ കുടുങ്ങിപ്പോകരുത്.
സെക്സിൻ്റെ ചതിയിൽ നീ നശിച്ചു പോകരുത്. പരസ്ത്രീഗമന മോഹത്തിൽ നിന്റെ ജീവിതം താറുമാറാക്കി കളയരുത്. നിന്റെ ആത്മീയ ഭാവി നശിപ്പിക്കരുത്. നിന്റെ ശരീരത്തിൻ്റെ ഓജസ്സും ശരീരത്തിൻ്റെ ഉന്മേഷവും അശുദ്ധിക്ക് നീ വിട്ടുകൊടുക്കരുത്. അതെല്ലാം സ്വന്തം ജലാശയത്തിലേക്ക് മാത്രമേ ഒഴുകാവൂ. സ്വന്തം തണ്ണീർ മാത്രമേ നീ കുടിക്കാവൂ. അന്യജടത്തിലേക്ക് നിന്റെ മോഹം പോകരുത്. ദൈവവൈദ്യലേ, നിനക്ക് മനസ്സിലായോ? സദൃശവാക്യങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ പറയും, നിന്റെ ഉറവകൾ അന്യഗ്രഹങ്ങളിലേക്ക് പോകരുത്. നിന്റെ ചാലുകൾ അന്യൻ്റെ വീട്ടിലേക്ക് പോകരുത്. നിന്റെ സമ്പത്ത് അന്യൻ കൈവശമാക്കാൻ ഇടവരരുത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്കെന്തെങ്കിലും ചിന്തിക്കാനുണ്ടോ? ജീവിതത്തിലൊന്നു പോയ പാളിച്ചകൾ ഓർത്ത് എങ്ങലടിച്ച് കരയാനുണ്ടോ? കഴിഞ്ഞ കാലത്ത് വന്നുപോയ ചില ശപിക്കപ്പെട്ട നിമിഷങ്ങളോർത്ത് നിങ്ങൾക്ക് വിതുമ്പി കരയാനുണ്ടോ? ചില ലവ് അഫെയേഴ്സ്. ഇന്നത്തെ ലോകത്ത് അതൊക്കെ വലിയ അത്ഭുതമാണോ എന്ന് തോന്നും. ഈ ആധുനിക തലമുറയിൽ അതത്ര വലിയ കാര്യമാണോ, പെരുംകാര്യമാണോ? മോനെ, നിനക്കത് പെരുംകാര്യമായിട്ട് തോന്നുന്നില്ല. അറിയൂ, നിൻ്റെ ജീവിതം മുടിയുകയാണ്. നിൻ്റെ ജീവിതം നശിക്കുകയാണ്. നിന്നെക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിറവേറ്റാൻ വയ്യാത്ത വിധം ഇതാ പൈശാചികം നിന്നെ ചെമ്പ് ചങ്ങലയിൽ കൊടുക്കുകയാണ്. നിന്റെ ദർശനം നഷ്ടപ്പെടുത്തുകയാണ്. ശിംശോനെ പതിയിരിപ്പുകാർ പിടികൂടി. ശിംശോൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ശിംശോനെ ചെമ്പ് ചങ്ങലയിൽ ബന്ധിച്ചു. ശിംശോനെ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കെട്ടിയിട്ടു. ശിംശോൻ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ മാവ് പൊടിക്കുന്ന ജോലി ചെയ്തു. ശത്രുവിന് മാവ് പൊടിക്കുന്ന ജോലി. ആരാണിത്? ദൈവത്തിൻ്റെ വ്രതസ്ഥൻ. ശത്രുവിന് മാവ് പൊടിക്കുന്ന ജോലി. ഒരിക്കൽ ഫെലിസ്ത്യർക്ക് പേടി സ്വപ്നമായിരുന്ന ശിംശോൻ ഇന്ന് ഫെലിസ്ത്യർക്ക് കളിപ്പാവയായി മാറി. അവർ കൂത്താടുന്നു, നൃത്തം ചെയ്യുന്നു. ശിംശോനോട് പറഞ്ഞു, നിൻ്റെ ആ പാട്ടൊന്ന് കേൾക്കട്ടെ, നീ ഒന്ന് നൃത്തം ചെയ്തേ കാണട്ടെ. അവർ കളിയാക്കുന്നു. ശത്രു നിന്നെ കളിയാക്കുന്നു. പൈശാചികൻ നിന്നെ പരിഹസിക്കുന്നു. നിൻ്റെ കളി കാണട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ നാം വാസ്തവത്തിൽ കരഞ്ഞു പോകും. ഒരു വീരൻ്റെ പതനം, ഒരു വീരൻ പട്ടുപോയ വസ്തുത, ഒരു ബലശാലി വീണുപോയ വസ്തുത. ഒരു വിശ്വാസി കരയാതെ വായിച്ചു തീർക്കുകയില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം വായിക്കുന്നത് അങ്ങനെയാണ്. അവർ ശിംശോനെ അവിടെ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവർ ഉത്സവം ആഘോഷിച്ചു. അവർ തങ്ങളുടെ ദേവനെ പുകഴ്ത്തി. നമ്മുടെ ശത്രുവിനെ ഏൽപ്പിച്ചു തന്നു എന്ന് പറഞ്ഞ് ദേവനെ പുകഴ്ത്തി. നാം വായിക്കുന്നു 25-ാം വാക്യം, തങ്ങളുടെ ദേവനെ അവർ പുകഴ്ത്തി. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞ് ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി. അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. അവരുടെ മുമ്പിൽ കളിച്ചു. പാവകളി. ശിംശോൻ അവരുടെ മുമ്പിൽ കളിപ്പാവയായി മാറി. എൻ്റെ ദൈവമേ, ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, സോരക് താഴ്വര അപകട സൂചനയാണ്. സോരക് താഴ്വര മകനെ നിൻ്റെ മുമ്പിൽ ഒരു താക്കീതായി നിൽക്കുകയാണ്. ഇന്ന് പ്രിയമകളെ, പ്രിയമകനെ, നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് സോരക് താഴ്വരയിലെ മ്ലേച്ഛത പറ്റിയവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അലറി കരഞ്ഞുകൊള്ളുവീൻ. അതിവേഗത്തിൽ അതിവേദനയോടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊള്ളുവീൻ. നാഥ, നീ എനിക്ക് തന്ന ആരോഗ്യം, നീ എനിക്ക് തന്ന പണം, നീ എനിക്ക് തന്ന ഓജസ്, നീ എനിക്ക് തന്ന യൗവന വീര്യം ഞാൻ നശിപ്പിച്ചല്ലോ, ഞാൻ മുടിച്ചു കളഞ്ഞല്ലോ എന്ന് ദൈവത്തോട് ഏങ്ങലടിച്ചുകൊണ്ട് പറയുവീൻ. ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിപ്പീൻ. അനുതാപത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവീൻ. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയും, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. ഹോശേയ 14:1. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങൾ കൃപയോടെ കൈക്കൊള്ളണമേ. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ അനുതാപത്തോടെ നിലവിളിപ്പീൻ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. യിരെമ്യാ പ്രവാചകൻ പറയും, കരഞ്ഞുകൊണ്ട് പറയുന്ന പ്രവാചകനാണ്, കരയുന്ന പ്രവാചകനാണ്. പ്രവാചകൻ പറയും, ഇസ്രായേൽ പുത്രി മടങ്ങി വരിക, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, ബദ്ധയായ സിയോൻ പുത്രി മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് മടങ്ങി വരാനൊരു അവസരം തരികയാണ്. ദലീലായുടെ മടിയിൽ കിടന്ന് നീ ഉറങ്ങരുത്. ദലീലായുടെ വീട്ടിലേക്ക് പോകരുത്. ദലീലായെ കാണാൻ നീ കൊതിക്കരുത്. ദലീലായുടെ നേരെ നിൻ്റെ മോഹത്തിൻ്റെ കണ്ണ് പതിയരുത്. മകനെ, നിൻ്റെ അവയവങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നീ വിറ്റതാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയ അവയവങ്ങളാണ്. ക്രിസ്തു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ അവയവങ്ങളാണ്. നീ ക്രിസ്തുവിൻ്റെ കുടിയിരിപ്പ് ഭവനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസ ഭവനമാണ്. ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യ ലേഖനം 1 കോരിന്ത്യ ലേഖനം 3 അധ്യായം 16 വാക്യത്തിൽ പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദാറ്റ് ഡിഫൈലത്ത് മൈ ടെമ്പിൾ. എൻ്റെ ആലയം വിശുദ്ധമാണ്. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദാറ്റ് ഡിഫൈലത്ത് മൈ ടെമ്പിൾ. എൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ദൈവവേദനേ, ഈ ആലയം നീ അശുദ്ധമാക്കരുത്. നിൻ്റെ അവയവങ്ങൾ വിശുദ്ധിയുടെ ആയുധങ്ങളായി മാറണം. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ നാവ് വിശുദ്ധി മാത്രം സംസാരിക്കണം. നിൻ്റെ കണ്ണ് വിശുദ്ധിയോടെ മാത്രം നോക്കണം. നിൻ്റെ കാത് വിശുദ്ധിയുള്ളത് മാത്രം കേൾക്കണം. ദൈവവൈതലേ, നിൻ്റെ നാവിലേക്ക് അശുദ്ധമായത് ഒഴിക്കരുത്. നാവിൽ അശുദ്ധമായത് വരരുത്. നിൻ്റെ കൈ അശുദ്ധമായി തുടരുത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ചുണ്ട് അശുദ്ധമായി ചുംബിക്കരുത്. അശുദ്ധമായത് മിണ്ടരുത്. ചിന്തിക്കൂ, ദൈവജനമേ ചിന്തിക്കൂ. ഓരോ അവയവവും പ്രതി നിങ്ങൾ പ്രതിഷ്ഠിക്കൂ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഓരോ അവയവം എടുത്ത് നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ട് ദൈവത്തോട് വാക്ക് പറയുവീൻ. നാഥാ, ഇതുവരെയും സോരക്താഴ്വരയിൽ ബോധം കെട്ടവനെ പോലെ ഞാൻ കിടന്നുവെങ്കിലും ഇന്നിതാ ഞാൻ എഴുന്നേറ്റ് വരുന്നു. എന്നെ ഉണർത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വരുന്നു. എന്നെ നീ സ്വീകരിക്കണമേ. എൻ്റെ നാളുകൾ പാഴായിപ്പോയി. എൻ്റെ സംവത്സരങ്ങൾ ഞാൻ വൃഥാ ചെലവഴിച്ചു കളഞ്ഞു. ഇന്ന് ഞാനിതാ നിന്റെ കരുണയ്ക്ക് വേണ്ടി ഇരുന്നുകൊണ്ട് നിന്റെ പാദപീഠത്തിലേക്ക് വരികയാണ്. കർത്താവേ, എന്നെ നീ സ്വീകരിക്കണമേ. സോരക്താഴ്വര അത് അശുദ്ധിയുടെ താഴ്വരയാണ്. സെക്സ്. സിദ്ധിയും താഴ്വര, സെൽഫിൻ്റെ താഴ്വര. സോരക് താഴ്വര, സെക്സിൻ്റെ താഴ്വര. 3 താഴ്വര ആഘോർ താഴ്വര. യോശുവയുടെ പുസ്തകം 7 അധ്യായത്തിൽ നാം കാണുന്നത് ആഘോർ താഴ്വരയാണ്. 7 അധ്യായം 25 വാക്യം. ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി. ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവൻ്റെ മേലെ ഒരു വലിയ കൽക്കുന്നുകൂട്ടി. അത് ഇന്ന് വരെ ഇരിക്കുന്നു. അങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു. ദൈവത്തിന് സ്തോത്രം. 3 താഴ്വര ആഘോർ താഴ്വര. ആഘോർ താഴ്വര അത് സിൽവറിൻ്റെ താഴ്വരയാണ്. ബാബിലോന്യ മേലങ്കി, അത് വെള്ളിക്കട്ടി, പൊൻകട്ടി, 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടിയും ബാബിലോന്യ മേലങ്കിയും ധനത്തിൻ്റെ താഴ്വരയാണ്. ദ്രവ്യാഗ്രഹത്തിൻ്റെ താഴ്വരയാണ്. സിൽവറിൻ്റെ താഴ്വരയാണ്. വെള്ളിക്കട്ടിയുടെ താഴ്വരയാണ്. അത് പണത്തിൻ്റെ മോഹത്തിൻ്റെ താഴ്വരയാണ്. ദ്രവ്യാഗ്രഹത്തിൻ്റെ താഴ്വര. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അനേക ദൈവമക്കൾ കുടുങ്ങിയതും പിന്മാറിപ്പോയതും പണത്തിൻ്റെ വഞ്ചനയിലാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. മോനെ, നീ പണത്തിൻ്റെ അടിമയാകരുത്. നിനക്ക് ആഹാരം കഴിക്കാൻ പണം വേണം. അതിന് ജോലി വേണം. അതിന് വിദ്യാഭ്യാസം വേണം. നിനക്ക് വീട് വേണം. പണം വേണം. പക്ഷേ പണം നിന്നെ വിഴുങ്ങരുത്. നീ പണത്തിൻ്റെ അടിമയായി പോകരുത്. നിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടക്കാൻ പണം വേണം. ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ഉണ്മാനും ഉടുപ്പാനുമുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാനിട വരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രിയ ശിഷ്യനായ തീമോത്തിയോസിന് ഒടുവിലത്തെ ലേഖനത്തിൽ എഴുതി. തീമോത്തിയോസിന് എഴുതി 1 ലേഖനം 6 അധ്യായം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെ മൂലമല്ലോ. അത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. വിശ്വാസം വിട്ട് ഉഴന്നു പോകുവാൻ ദ്രവ്യാഗ്രഹം കാരണമാണ്. വിശ്വാസം വിട്ട് ഉഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെ മൂലമല്ലോ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, നീ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. ക്രിസ്തുയേശുവിൽ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. 1 തീമോത്തിയോസ് 6 അധ്യായം വായിക്കുമ്പോൾ നാം കൗതുകത്തോടെ ഈ വാക്യങ്ങൾ കേൾക്കും. ദൈവത്തിന് സ്തോത്രം.
ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാനിട വരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും അധീനരായി തീരുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, റോക്ക്ഫെല്ലർ കോടീശ്വരനായിരുന്നു. എന്തുമാത്രമാണ് സമ്പാദിച്ചത്? കോടിക്കണക്കിന് സമ്പാദിച്ചു, അളവില്ലാതെ കണക്കില്ലാതെ നേടി. എന്നാൽ സഹോദരങ്ങളെ, നടന്നെന്താണെന്നറിയാമോ? സ്വസ്ഥത നഷ്ടപ്പെട്ടു, മനസ്സമാധാനമില്ല, ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനമില്ല. എന്താണ് കാരണം? പിടികിട്ടുന്നില്ല. എന്താ കാരണം? ഒരു കാരണവും പറയാനില്ല. മനസ്സിൽ സ്വസ്ഥതയില്ല, വലഞ്ഞു. ദൈവം കരുണ ചെയ്തൊരു ദൈവവൈതൽ പറഞ്ഞു, ഈ പണം നിൻ്റെ വലിയ ചതിയാണ്, പണം നിന്നെ ചതിക്കുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെ മൂലമാണ്. ഈ പണത്തെ നീ ചപ്പെന്നും ചവർന്ന് എണ്ണാൻ പറ്റുമോ? നിനക്ക് സമാധാനം കിട്ടും. ഏതാണ് വേണ്ടത്? സമാധാനമാണോ പണമാണോ വേണ്ടത്? പണത്തോടുകൂടി അസ്വസ്ഥതയും അസമാധാനവും, പണമില്ലാതെ സ്വസ്ഥതയും സമാധാനവും, ഏതാ വേണ്ടത്? തൻ്റെ സ്വത്തെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ തുടങ്ങി. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ സ്ഥാപിതമായത് അങ്ങനെയാണ്. സാധുക്കൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, ദരിദ്രന്മാർക്ക് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി, ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി അങ്ങ് വാരിക്കോരി ചെലവഴിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, 52-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച മനുഷ്യൻ, 52-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച മനുഷ്യനാണ്. നല്ല സുഖകരമായ ഉറക്കം ഇതാ കിട്ടി, നല്ല സന്തോഷം കിട്ടി, നല്ല സമാധാനം കിട്ടി, നല്ല സ്വസ്ഥത കിട്ടി. 98 വയസ്സ് വരെ ജീവിച്ചിരുന്നു റോക്ക്ഫെല്ലർ. ഇങ്ങനെ നല്ല ആരോഗ്യത്തോടെ, നല്ല സമാധാനത്തോടെ. ദൈവജനമേ, നിങ്ങൾക്ക് സമാധാനം വേണമോ? പാപം മാറട്ടെ, ദ്രവ്യാഗ്രഹം മാറട്ടെ, സെക്സിൻ്റെ കൊതികൾ മാറട്ടെ. ദൈവജനമേ, നിങ്ങളുടെ സെൽഫിൻ്റെ ഇമ്പോർട്ടൻസ് മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. സിദ്ധിയും താഴ്വര, സെൽഫിൻ്റെ താഴ്വര, സോരക് താഴ്വര, സെക്സിൻ്റെ താഴ്വര, ആഘോർ താഴ്വര, സിൽവറിൻ്റെ താഴ്വര. നിനക്ക് ഈ ആണ്ടിൽ ഈ താഴ്വരകളെ കടക്കേണ്ടി വരും. ദൈവവൈതലേ, ഈ താഴ്വരകളെ കടക്കാൻ നിനക്ക് ശക്തി തരാൻ യേശു വന്നിട്ടുണ്ട്. ഈ വർഷത്തിൽ ഓരോ ദിവസവും താഴ്വരയെ കടക്കാൻ കർത്താവ് പറയുന്നു, മോനെ, താഴ്വര കടക്കുമ്പോൾ നീ ഭാരപ്പെടാതിരിക്കാൻ എൻ്റെ ദൃഷ്ടി നിൻ്റെ മേലുണ്ട്, എൻ്റെ ദൃഷ്ടി നിൻ്റെ മേലിരിക്കും. നിൻ്റെ കണ്ണെന്നെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, എൻ്റെ മുഖത്തുനിന്ന് കണ്ണ് പറിക്കാതിരുന്നാൽ മതി, എൻ്റെ മുഖത്തുനിന്ന് നിൻ്റെ കണ്ണ് പറിക്കാതിരുന്നാൽ മതി. ദൈവവൈതലേ, ഓർത്തുകൊള്ളൂ, യേശുവിൻ്റെ മുഖത്തുനിന്ന് കണ്ണ് മാറരുത്. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊള്ളുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷവും ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ധ്യാനിച്ചു കൊള്ളുവീൻ. ദൈവവൈതലേ, എന്നാണ് ഈ ഭൂമിയിൽ നീ മാറ്റപ്പെടുന്നത്? എത്ര ക്ഷണികമാണ് ഈ ജീവിതം, എത്ര താൽക്കാലികമാണ് ഈ ആയുസ്. ഓർക്കുക, നീ നേടുന്നതൊന്നും നിൻ്റെ കൂടെ പോരുകയില്ല. ഓർത്തുകൊള്ളൂ, നീ സമ്പാദിക്കുന്ന പണമോ, നീ സമ്പാദിക്കുന്ന പേരും പെരുമയുമോ, നീ സമ്പാദിക്കുന്ന ധനമാഹാത്മ്യമോ, നീ സമ്പാദിക്കുന്നതായ ധനസമൃദ്ധിയോ മാന്യതയോ, നീ നേടുന്നതായ പ്രസിദ്ധിയോ ഒന്നും നിൻ്റെ കൂടെ പോരുകയില്ല. നിൻ്റെ കൂടെ നിത്യതയിലേക്ക് പോരുന്നത് ഒന്നുകിൽ നിൻ്റെ പാപം, അല്ലെങ്കിലോ യേശുക്രിസ്തു. ഏത് വേണം കൂടെ പോരേണ്ടത്? ആരാണ് കൂടെ പോരേണ്ടത്? പാപവും പാപത്തിന് അധിപതിയായി പിശാചുമാണോ നിത്യതയിൽ നിൻ്റെ കൂടെ പോരേണ്ടത്? അതോ യേശുവും യേശു തരുന്ന സ്വർഗരാജ്യവുമാണോ നിത്യതയിൽ നിന്നെ ആശ്ലേഷിക്കേണ്ടത്? നീ കണ്ടുകൊള്ളുക, നീ തീരുമാനമെടുത്തുകൊള്ളുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അപമാനം ലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, പാപത്തോട് പോരാടുന്നത് നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പ്രാണത്യാഗത്തോളം പാപത്തോട് പോരാടിക്കൊള്ളുവീൻ. വിശുദ്ധി കൈമുതലാക്കിക്കൊള്ളുവീൻ. ദൈവസ്നേഹം നിങ്ങളുടെ സ്വത്താക്കിക്കൊള്ളുവീൻ. യേശുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ ദൈവത്തെ ആമഗ്നം ആസ്വദിച്ച് ആനന്ദിച്ച് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊള്ളുവീൻ. ദൈവത്തെ നിങ്ങൾ പാടി പുകഴ്ത്തിക്കൊള്ളുവീൻ. ദൈവത്തെ നിങ്ങൾ ആരാധിപ്പാൻ നിങ്ങളുടെ ആയുസ് നിങ്ങൾ വേർതിരിപ്പീൻ. നിങ്ങളുടെ ജീവിതം, ഈ ക്ഷണികമായ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊള്ളുവീൻ. യേശു ഇതാ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു.
നിങ്ങൾക്ക് പുതിയ ചൈതന്യം തരാൻ യേശു വന്ന് നിൽക്കുകയാണ്. ഇനിയുള്ള നാളുകൾ താഴ്വരകൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് കീലേൽക്കാതെ, ടാറ് പറ്റാതെ, സിദ്ദീൻ താഴ്വരയിലെ കീൽക്കുഴികൾ വീഴാതെ, സോരക്ക് താഴ്വരയിലെ ദലീലായ മടിയിൽ പതിക്കാതെ, ദൈവവൈതലേ, നീ നിന്റെ ജീവിതത്തിൽ ആഹോർ താഴ്വരയിലെ ശിക്ഷാവിധി നേരിടാതെ നിനക്ക് സമാധാനത്തിൻ്റെ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം, ഗോകുൽത്തായിലേക്ക് ഓടിപ്പോകാം, കാൽവരി മലയിലേക്ക് ഓടിപ്പോകാം, ഒലിവ് മലയിലേക്ക് പാഞ്ഞിയെല്ലാം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് പാഞ്ഞിയെന്ന് ഒലിവ് മലയിൽ നാഥന്റെ പാദപീഠത്തിലിരുന്ന് തിരുവചനം കേട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവവൈതലേ, നിനക്ക് താബോറിലേക്ക് ചെന്ന് തേജസ്സിന്റെ അരിമോണവാളിനെ കണ്ട് ദൈവിക സംസർഗത്തിന്റെ മധുരിമയിൽ നിനക്ക് ആനന്ദിച്ചാറാടാം, ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവീൻ, ഹോറേ പർവ്വതത്തിലേക്ക് ചെന്ന് അവിടെ ദൈവത്തിന്റെ മഹത്വം കാണാം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം, ദൈവിക ദർശനം സിദ്ധിക്കും. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? സോരക്ക് താഴ്വരയോട് യാത്ര പറയുന്നുണ്ടോ? ആഘോർ താഴ്വരയോട് യാത്ര പറയുന്നുണ്ടോ? സിദ്ദീൻ താഴ്വരയോട് യാത്ര പറയുന്നുണ്ടോ? പുതിയ പ്രകാശത്തോടെ, പുതിയ സിദ്ധിയോടെ, പുതിയ അനുഗ്രഹത്തോടെ, പുതിയ കൃപയോടെ, പുതിയ ആത്മാവോടെ നിങ്ങൾക്ക് പോകുവാൻ തീരുമാനം നിങ്ങൾ എടുക്കുമോ? എങ്കിൽ കർത്താവിന്റെ കരം ഇപ്പോൾ നിങ്ങളുടെ ശിരസിൽ വയ്ക്കും, യേശുവിന്റെ കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ആ കരം നിങ്ങളെ ആശീർവദിക്കും, ആ കരം നിങ്ങളെ തഴുകും, ആ കരം നിങ്ങളെ അനുഗ്രഹിക്കും, ആ കരം നിങ്ങളെ പിടിക്കും, നിങ്ങളെ ഉയർത്തും, നിങ്ങളെ വളർത്തും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ നിത്യതയിലേക്ക് ചേർക്കും. രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ അവരുടെ സന്നിധിയിലേക്ക് പറക്കാൻ അവൻ നിങ്ങൾ കൃപ തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാസ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം, കൃപയുടെ നിറവിനായി സ്തോത്രം, പരിശുദ്ധാത്മാവിന് നൽവരത്തിനായി സ്തോത്രം, തന്ന ദൂതുകൾക്കായി സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വചനം കേട്ടവരുടെ മേൽ എൻ്റെ നാഥൻ്റെ ആണിപ്പാടലകരം വെക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, പാപം വിട്ട് യേശു തരുന്ന സമാധാനം അനുഭവിച്ച് നിത്യസ്വർഗത്തിൽ കടക്കാനുള്ള നിത്യജീവന്റെ അത്ഭുതകരമായ സമാധാനം കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കണമേ കർത്താവേ. എൻ്റെ ദൈവമേ, പുതിയ ജീവിതം എല്ലാവർക്കും നൽകണമേ കർത്താവേ. ഗോകുൽത്തായിൽ മരിച്ച ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ചോരയാൽ നിന്റെ മക്കളെ കഴുകണമേ കർത്താവേ. ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. ശാപങ്ങളെ നീക്കണമേ കർത്താവേ. രോഗബാധകൾ അകറ്റണമേ കർത്താവേ. കുടുംബ സമാധാനം നൽകണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ. ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. സങ്കടത്തിൽ കഴിയുന്നവരെ സമാധാനപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവനുള്ള ദൈവമേ, ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് പുതിയ സമാധാനവും പുതിയ പ്രത്യാശയും നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ.